ITI ഇലക്ട്രീഷ്യൻ ഒരു വയർമാൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 2026 കേരള PSC നൽകാൻ പോകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും KSEB വർക്കർ ഓർ മസ്ദൂർ പോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു നോട്ടീസ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആ ഒരു നോട്ടീസിൽ വളരെ കൃത്യമായിട്ട് കേരള PSC മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള കേരള PSCക്ക് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നോടിയായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സാണ് വേക്കൻസീസ് കേരള PSCക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വേക്കൻസി റിപ്പോർട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന്റെ തന്നെ ഭാഗമായിട്ട് KSEB വർക്കർ ഓർ മസ്ദൂർ പോസ്റ്റിലേക്കുള്ള തീർച്ചയായിട്ടും അതിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ അവസരം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ഒക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസീസ് ഒക്കെ വരും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ തന്നെ കിട്ടുന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 4000-ലധികം ഒഴിവുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്വൈസുകളാണ് ഈ ഒരു പോസ്റ്റിൽ പോയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ജില്ല തിരിച്ച് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം കേരള PSCയുടെ ഈ ഒരു മസ്ദൂർ പോസ്റ്റിലേക്ക് എത്രയൊക്കെ അഡ്വൈസുകൾ ഓരോരോ ജില്ലകളിൽ പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 514 അഡ്വൈസുകൾ പോയിട്ടുണ്ട്, പാലക്കാട് 449 പോയിട്ടുണ്ട്, കാലിക്കറ്റ് 463, കണ്ണൂർ 412, മലപ്പുറത്ത് 384, കോട്ടയം 172, കൊല്ലം 132, ആലപ്പുഴയിൽ 276, ഇടുക്കിയിൽ 148. അങ്ങനെ ഓരോ ജില്ലകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വയനാട് നോക്കുകയാണെങ്കിൽ 91, പത്തനംതിട്ട 141, കാസർഗോഡ് 125, ട്രിവാൻഡ്രത്ത് 450, എറണാകുളത്ത് 749 എന്ന് തുടങ്ങി ഓരോ ജില്ലകളിലും വ്യത്യസ്തമായിട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് KSEB മസ്ദൂർ പോസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അവസരം കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ. ഒരിക്കലും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ആയിരിക്കരുത് ഫോളോ ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തെ KSEB വർക്കർ ഓർ മസ്ദൂർ പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള, കാരണം അവിടെ ക്വാളിഫിക്കേഷൻ തന്നെ 4th സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 10th ഫെയിലുമാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതുമായിട്ട് സിലബസ് ഒരു തരത്തിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ഈ സിലബസിനെ കമ്പയർ ചെയ്യേണ്ടത് ITI ഇലക്ട്രീഷ്യൻ സിലബസുമായിട്ടാണ്. നിമിയിലുള്ള ആ ഒരു ടോപ്പിക്കുകളും ബുക്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെഫർ ചെയ്യാവുന്നതാണ്. ITI സ്റ്റാൻഡേർഡിലുള്ള ഒരു എക്സാം ആയിരിക്കും ഈ ഒരു KSEB വർക്കർ ഓർ മസ്ദൂർ പോസ്റ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു വേക്കൻസിയോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വർക്കർ പോസ്റ്റ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എൻട്രിയിൽ വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു പുതിയ ബാച്ചിലേക്ക് KSEB മസ്ദൂർ ഓർ വർക്കർ പോസ്റ്റിലേക്കുള്ള പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഓഫർ പ്രൈസിലായിരിക്കും ഈ ഒരു കോഴ്സ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ന്യൂ ഇയറിൽ ഒരുപക്ഷെ 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഒരു സർക്കാർ ജോലിയിലൂടെ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു മികച്ച അവസരമാണ് ലഭിക്കാൻ പോകുന്നത്. ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ പല എക്സാംസുകളിലും മറ്റു ക്വാളിഫിക്കേഷനുള്ള ആളുകൾ വന്നുകൊണ്ട് അവരുടെ അവസരം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 10th ഫെയിൽ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഒരു പക്ഷേ BTechോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, ITI ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനിയും കാത്തിരിക്കരുത്. നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരു പക്ഷേ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ അല്ലെങ്കിൽ കൂടുതൽ വേക്കൻസി ഉള്ള ജില്ലകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ അപ്ഡേറ്റ് നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, എത്രയും നേരത്തെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഈ എക്സാമിൽ വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, ഒരുപാട് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും എൻട്രിയോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നിക്കൽ കോച്ചിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എൻട്രി ആപ്പ് തന്നെയാണ്. അപ്പോൾ എൻട്രിയോടൊപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.